ബി.ജെ.പി. അംഗത്വം രാജിവെച്ച് തമിഴ്നാട് മുൻ പ്രസിഡന്റ് കെ അണ്ണാമലൈ ദേശീയ പ്രസിഡന്റ് നിതിൻ നബീന് രാജിക്കത്ത് കൈമാറി. ആർ രാഗേഷ് ചേർന്നു വിവരങ്ങളുമായി. രാഗേഷ്, അങ്ങനെ അഭ്യൂഹങ്ങൾക്കിടെ രാജിവെച്ചിരിക്കുകയാണ് അണ്ണാമലൈ. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, 6 വർഷത്തെ ബി.ജെ.പി. ബന്ധം ഉപേക്ഷിച്ചിരിക്കുകയാണ് കെ അണ്ണാമലൈ. പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഏറെ നാളായി അദ്ദേഹം പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനം ഉണ്ടായത്. ഇന്നിപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ആദ്യം ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ കണ്ടു. BL സന്തോഷുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ അണ്ണാമലൈ ബി.ജെ.പി. ബന്ധം ഏതായാലും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ബി.ജെ.പി. നേതാക്കൾ അണ്ണാമലയോട് പാർട്ടിയിൽ തന്നെ തുടരണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ അണ്ണാമലൈ വ്യക്തമാക്കിയ കാര്യം തന്നെ പോകാൻ അനുവദിക്കണം. മാത്രവുമല്ല, താൻ ആദ്യമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ആ പാർട്ടി നേതാക്കളോട് അല്ലെങ്കിൽ അവസരം നൽകിയത്, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പാർട്ടിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ അവസരത്തിന് നന്ദി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡൽഹിയിൽ എത്തിയത് എന്നാണ് നേതാക്കളെ അറിയിച്ചത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം പാർട്ടി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. ഇനി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം രാജിവെച്ച സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും അണ്ണാമലയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കൂടി ഉദയം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് 2 ദ്രാവിഡ പാർട്ടികൾ നയിച്ചിരുന്ന തമിഴകത്തേക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് അവിടെ അധികാരം പിടിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത്. അങ്ങനെ അണ്ണാമലയുടെ നേതൃത്വത്തിലും പുതിയൊരു പാർട്ടി രൂപം കൊള്ളുകയാണ്. കാരണം അണ്ണാമലൈ നേരത്തെ കർണാടക കേഡർ IPS ഉദ്യോഗസ്ഥരായിരുന്നു. രജനീകാന്തിന്റെ ഒക്കെ തന്നെ വലിയ ഫാനായിരുന്നു. രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ പോകും എന്നൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അണ്ണാമലൈ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇല്ല എന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അണ്ണാമലൈ പിന്നീട് ബി.ജെ.പിയുടെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അണ്ണാമലയുടെ പാർട്ടി വരുന്നു. ആ പാർട്ടിയിൽ ഇനി ആരൊക്കെ ഉണ്ടാകും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കിയാണ്. അത്തരം പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും അദ്ദേഹം കടന്നിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അണ്ണാമലൈ ബി.ജെ.പി. ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നതാണ്. സോന. ശരി.